പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ നിങ്ങളൊരു ഫാമിലി അച്ഛൻ പരിചയപ്പെടുത്തിയ ഈ കുടുംബത്തെ കണ്ടുകൊണ്ട് ഈ ദിവസം നിങ്ങളുടെ ജീവിതം ആരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് UK ലൂട്ടൺ എന്ന സ്ഥലത്താണ്. ഇന്നലെ ഇവിടെ വചനപ്രഘോഷം ഉണ്ടായിരുന്നു ഗാഗുൽത്ത ടീമിൻ്റെ നേതൃത്വത്തിൽ. ഇവിടെ ധ്യാനം ക്രമപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ജോർജിനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ജോർജ് ആ ധ്യാനം ക്രമപ്പെടുത്തി. ജോർജും നമ്മുടെ അഭിഷേക ജ്വാല കൂട്ടായ്മയിലെ മക്കളും ചിന്തിക്കുന്നേക്കാൾ അപ്പുറമായിട്ടും ദൈവം പ്രവർത്തിച്ചു. എങ്കിൽ ജോർജിൻ്റെയും കുടുംബത്തെ അച്ഛൻ പരിചയപ്പെടുത്തുന്നു. ഇവരെ സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് ജോർജ്, ഇതെൻ്റെ ഭാര്യ സൗമ്യ, ഞങ്ങളുടെ മോളാണ് ജോവാന ജോർജ്. ഞാൻ 2-ൽ കൂടുതൽ തവണ ഗാഗുൽത്തയിൽ ഞാൻ താമസിച്ചുള്ള ധ്യാനം കൂടിയിട്ടുണ്ട് കുടുംബസമേതം. പിന്നെ 10-16 വർഷമായിട്ട് കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന കാരണം കൊണ്ടും ജോലി തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്ന അഭിഷേകങ്ങളെല്ലാം അല്ലെങ്കിൽ കൃപാവരങ്ങളൊക്കെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് നാളായിട്ട് ഒരു മടുപ്പൊക്കെയാണ് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ യാദൃശ്ചികമായിട്ട് ഗാഗുൽത്ത ടീം എന്നെ അപ്രോച്ച് ചെയ്തു ഒരു ധ്യാനം സംഘടിപ്പിക്കാനായിട്ട്. പക്ഷേ എങ്ങനെയാണ് ഓന്ന് പറയാം, അത് വിചാരിച്ചിട്ട് ഞാൻ മനസ്സോടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു 10-25-30 പേര് ചിലപ്പോൾ ധ്യാനത്തിന് വരുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 250 മേളിൽ ഒരു പള്ളി നിറച്ച്, നാട്ടിലത്തെ പോലെ വലിയ പള്ളികളല്ല ഇവിടെയൊന്നും, ഇവിടെയൊക്കെ ചെറിയ ചെറിയ പള്ളികളാണ്, ഒരു പള്ളി നിറച്ച് വരത്തക്ക രീതിയിൽ ദൈവം ഒരുപാട് മക്കളെ ധ്യാനത്തിന് കൊണ്ടുവന്നു. എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. ആരാധനയിൽ എന്നോട് ദൈവം ശക്തമായിട്ട് എന്നോട് പറയാണ്, ഇനിയും ഇത് ദൈവത്തിന് വേണ്ടി വേല ചെയ്യണം എന്നുള്ളത്. അത് എനിക്കൊരു കുറ്റബോധമായിരുന്നു ആദ്യം. കാര്യം എന്താണെങ്കിൽ ഒരു 1-2 വാട്സപ്പ് മെസ്സേജുമേ ഇട്ടിട്ട് ഇത്രയ്ക്കധികം ആൾക്കാർ വരുമെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാൻ തീരുമാനിച്ചാൽ എന്തുമാത്രം ആത്മാക്കൾ നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഒരുപാട് ഗാഗുൽത്ത എന്നതിനെക്കാട്ടും കൂടുതൽ ഒരു ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാനുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയും അച്ഛനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ എൻ്റെ കുടുംബത്തെയും ഓർക്കണം. കാരണം എന്താണെങ്കിൽ ഞങ്ങൾക്ക് ജോലി ഭയങ്കര കൂടുതലുള്ള സ്ഥലത്താണ് ഞങ്ങൾക്ക് ജോലി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുക. അച്ഛനോടും നമ്മൾ പ്രൈസ് ദി ലോർഡ്. ഞാൻ നിൽക്കുന്ന ഈ കുടുംബത്തെ ഈ 2 ദിവസം താമസിച്ച് ഏറെ സന്തോഷം തോന്നി. വചനത്തിന് വേണ്ടി ജീവിക്കാനുള്ള തീക്ഷണത ഞാൻ ഈ കുടുംബത്തിൽ കാണുകയായിരുന്നു. ഒത്തിരി കൃപയിൽ അനുഗ്രഹത്തിൽ ജീവിച്ച മക്കൾ ഇവിടെ ആയപ്പോൾ പലതുകൊണ്ടും ആ വിഷയം നഷ്ടമായി എന്ന് ഇവർക്ക് തോന്നി. വീണ്ടും പൂർവാധിക ശക്തിയോടെ ജ്വലിച്ച് ജീവിക്കാൻ ഈ മക്കൾ ആഗ്രഹിക്കുന്നു. എനിക്കേറെ സന്തോഷം തോന്നിയത് നമ്മുടെ UK ധ്യാനം കൂടിയ മക്കളൊരു കൂട്ടായ്മയാണ് ആഗ്രഹിച്ചു. പിന്നെ ഞാൻ ജോർജിനെ അപ്രോച്ച് ചെയ്തു. നമ്മൾ പ്രാർത്ഥിച്ചു, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. എല്ലാവർക്കും അതിശയമായി. കുറച്ച് പേര് നമ്മുടെ ധ്യാനം കൂടെ കുറച്ച് പേര് മാത്രം വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം പ്രവർത്തിച്ചു. ജോർജ് പങ്കുവച്ചാൽ 250 പേര് വന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യമുണ്ട്, എത്ര തിരക്ക് പിടിച്ച ലോകമാണെങ്കിലും ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈശോ അത്ഭുതം ചെയ്യും. ഒപ്പം പ്രവർത്തിച്ച നിങ്ങളെയും കർത്താവ് അത്ഭുതം ചെയ്യും. എങ്കിൽ നമുക്കിന്നൊരു തീരുമാനമെടുക്കാം. ഈ വചനം ശ്രമിക്കുന്ന പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈ അഭിഷേക ജ്വാല ശുശ്രൂഷ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനിയും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് UK ശക്തമായ ഒരു ആത്മീയ മുന്നേറ്റം നടത്തുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ജോർജിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനേശ്വര ആശ്വാസം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.